ആകെ നാണം കെട്ടൊരവസ്ഥയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ഞാൻ വന്നാൽ ഞൊടിയിടയിൽ നിർത്തും എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെ ആട്ടിവിട്ടു വ്ളാദിമിർ പുതിൻ. ഇതോടുകൂടി പുതിന് വട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ഹമാസിൽ ഗാസയിലേക്ക് കരയുദ്ധം തുടങ്ങി വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നു. കഴിഞ്ഞ ദിവസവും ഗാസയിൽ ഭക്ഷണം കാത്തു നിന്ന കുട്ടികൾക്ക് നേരെ പോലും ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടങ്ങിയപ്പോൾ ഇതാ ഞാനത് നിർത്തി എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദവുമായി രംഗത്തെത്തിയെങ്കിലും അടുത്ത സെക്കൻഡിൽ ഡൊണാൾഡ് ട്രംപിന് അത് മാറ്റി പറയേണ്ടി വന്നു. ഞാൻ ഇന്ത്യയുമായല്ല പാകിസ്ഥാനുമായാണ് സംസാരിച്ചത്, പോയി കാല് പിടിക്കാൻ പറഞ്ഞു എന്ന് ഡൊണാൾഡ് ട്രംപിന് പറയേണ്ടി വന്നു. ഇന്ത്യ ധൈര്യപൂർവ്വം പുറത്തു വന്ന് ട്രംപ് ഞങ്ങളുമായി സംസാരിച്ചിട്ടില്ല, ഈ കാര്യത്തിൽ ട്രംപ് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് നെഞ്ചും വിരിച്ച് ലോകത്തോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തലൊക്കെ കരാറൊക്കെ ഉണ്ടാക്കിയത് ഞാനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പോരാത്തതിന് ഈ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ച് തകർത്തു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ പെൻറ്റഗണിൻ്റെ റിപ്പോർട്ട് വന്നു, ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു, അവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ആണവ കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുകയാണെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇത് സ്വന്തം രാജ്യത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇത് ഫേക്ക് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഫേക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം തന്നെ, അതിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നത്തിലാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. എന്തായാലും വിഡ്ഢിത്തരങ്ങൾ കൊണ്ട് ട്രംപ് ഇങ്ങനെ ആറാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ ട്രംപ് തിരിഞ്ഞിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ മാധ്യമങ്ങൾക്കെതിരെയാണ്. ഈ മാധ്യമങ്ങളെല്ലാം എന്നെ പുറത്താക്കാൻ നീക്കം നടത്തുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഫേക്ക് ന്യൂസ് CNN together with the failing New York Times have teamed up in an attempt to demand one of the most successful military strikes in history. The nuclear sites in Iran are completely destroyed. Both the Times and CNN are getting slammed by the public എന്നാണ് ട്രംപ് പറയുന്നത്. CNN-ഉം ന്യൂയോർക്ക് ടൈംസും കൂടെ ചേർന്ന് തന്നെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഹിസ്റ്ററിയിൽ, അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് ഇറാനിൽ നടന്നത്, അവിടെ എല്ലാം ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ട്രംപ് CID മൂസയിലെ ജഗതിയെ പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഓരോ വാർത്ത വരുമ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ട്വിറ്ററിൽ എടുത്തിട്ടുകൊണ്ട് ഇത് എനിക്കെതിരെയുള്ള വാർത്തയാണെന്ന് പറഞ്ഞ് അവർക്ക് പബ്ലിസിറ്റി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. We just caught the failing New York Times working with fake news CNN cheating again. They tried to demand the great work our B2 pilots did and they are wrong in doing so. These reporters are just bad and sick people എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് അവിടെയുള്ള CNN-ൻ്റെയും ന്യൂയോർക്ക് ടൈംസിൻ്റെയും റിപ്പോർട്ടർ മോശമാണ്, ബാഡാണ്, സിക്ക് പീപ്പിളാണ്, ഇവർക്ക് വയ്യ എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ അലയൊലികളാണ് അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ പാർട്ടി തന്നെ രണ്ടായിട്ട് പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ട് ചേരിയിലാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചത് ഇവരെല്ലാവരും. പോരാത്തതിന് തുളസി ഗബ്ബാർഡ് ട്രംപിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ തുളസി ഗബ്ബാർഡ് തൻ്റെ നിലപാട് തിരുത്തി. അമേരിക്കയിൽ തന്നെ ഇറാനെ ആക്രമിക്കുന്നതിന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതും നമ്മളെല്ലാവരും കണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.